ഹായ് ഫ്രണ്ട്സ്, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ലിയാം ഓഫ് ഫ്ലൈറ്റി എന്ന ഐറിഷ് നോവലിസ്റ്റാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ജീവിതത്തിൽ വെല്ലുവിളികൾ അല്ലെങ്കിൽ ചലഞ്ചസ് നേരിടാത്തവരായിട്ട് ആരാണുള്ളത്? ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തിന് മുമ്പിൽ നിന്ന് പ്രസംഗിക്കുക, ഇതും അല്ലെങ്കിൽ നമുക്ക് മുന്നേ പരിചയമില്ലാത്ത പുതിയൊരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെക്കുക. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു വെല്ലുവിളികളാണ്. ഇതുപോലെ ഒരു പക്ഷിയുടെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലൈഫ് ചേഞ്ചിങ് ഇവൻ്റാണ് അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ പറക്കൽ. ഈ വെല്ലുവിളിയെ നേരിടാനായിട്ട് മടിച്ചു നിന്ന ഒരു സീ ഗേൾ അല്ലെങ്കിൽ ഒരു കടൽ കാക്ക തൻ്റെ പേരൻസിൻ്റെ സഹായത്തോടു കൂടി ഈ പേടിയെ തരണം ചെയ്യുന്നതാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. ഈ സീ ഗേൾ തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ. നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Here, ledge is a narrow horizontal surface projecting from a wall or cliff. ഒരു ക്ലിഫ് അല്ലെങ്കിൽ ഒരു കുത്തനെയുള്ള പാറയിൽ നിന്നും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന, ഉന്തി നിൽക്കുന്ന വരമ്പുകളെയാണ് നമ്മൾ ലെഡ്ജസ് എന്ന് പറയുന്നത്. അപ്പം വളരെ ഉയരമുള്ള ഒരു പാറയുടെ ലെഡ്ജ് അല്ലെങ്കിൽ വരമ്പത്ത് നിന്നുകൊണ്ട് മുകളിലേക്ക് ഉയർന്ന് പറക്കാനായിട്ട് പേടിച്ച് ഒറ്റയ്ക്കിരിക്കുകയാണ് നമ്മുടെ മുഖ്യ കഥാപാത്രമായ സീഗൾ. അപ്പോൾ ഈ കുഞ്ഞു പക്ഷിയുടെ രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ദ ഡേ ബിഫോർ, തലേന്ന് തന്നെ ഒരു പേടിയും വെപ്രാളും ഒന്നുമില്ലാതെ ഓൾറെഡി പറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് നമ്മുടെ സീഗൾ. Somehow, when he had taken a little run forward to the brink of the ledge and attempt to flap his wings, he became afraid. അപ്പോൾ ഈ വരമ്പിൻ്റെ അറ്റത്തേക്ക് ബ്രിങ്ക് അല്ലെങ്കിൽ അറ്റത്തേക്ക് ഓടി വന്നിട്ട് ഫ്ലാപ്പ് ഹിസ് വിങ്സ്, ചിറകടിച്ച് മുകളിലേക്ക് ഉയരാനായിട്ട് നമ്മുടെ ഈ പക്ഷിക്കുഞ്ഞ് ശ്രമിക്കും. പക്ഷെ എന്ത് പറ്റും? പെട്ടെന്ന് അങ്ങോട്ട് പേടി കൊടുങ്ങും. കാരണം എന്താ? The great expanse of sea stretched down beneath. Here, expanse means a wide continuous area of something, അല്ലെങ്കിൽ നല്ല വിശാലമായ എന്നാണ്. തൻ്റെ താഴെ സ്ട്രെച്ച് ചെയ്ത്, അതായത് പരന്ന് കിടക്കുവാണ് വളരെ വിശാലമായ കടൽ. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. അപ്പോൾ കുറച്ച് താഴ്ചയൊന്നുമല്ല, മൈലുകളോളം താഴെയാണ് ഈ കടലുള്ളത്. ഹീ ഫെൽറ്റ് സർട്ടൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. ഇവിടുന്ന് മുകളിലേക്ക് ഉയരാനായിട്ട് തൻ്റെ വിങ്സ്, തൻ്റെ ചിറകുകൾ തന്നെ എന്തായാലും താങ്ങാൻ പോകുന്നില്ല, സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ലെന്ന് ഈ പക്ഷിക്കുഞ്ഞിന് ഉറപ്പായിരുന്നു. ഇവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ താൻ എന്നായാലും ഈ കടലിലേക്ക് മുങ്ങി മരിച്ചു പോകും. So he bent his head and ran away back to the little hole under the ledge where he slept at night. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ bent his head, തലയൊക്കെ കുനിച്ച് താൻ സാധാരണ കിടന്നുറങ്ങാറുള്ള തൻ്റെ ആ വരമ്പിൻ്റെ കീഴെയുള്ള ലിറ്റിൽ ഹോൾ, ചെറിയ ഹോളിലേക്ക് അവൻ ഓടി അങ്ങോട്ട് കയറും. ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ, ഹൂസ് വിങ്സ് വർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ, ran to the brink, flapped their wings and flew away. He failed to muster up courage to take that plunge, which appeared to him so desperate. അപ്പം തൻ്റെ രണ്ട് സഹോദരന്മാരും തൻ്റെ ചിറകിനേക്കാളും ഫാർ ഷോർട്ടർ, തീരെ കുഞ്ഞി ചിറകുള്ള തൻ്റെ അനിയത്തിയുമൊക്കെ ഈ വരമ്പിൻ്റെ അറ്റത്തേക്ക് ഓടി വന്ന് ചിറകടിച്ച് ഉയർന്ന് പറന്നു പോയതാണ്. എന്നിട്ടും he failed to muster up courage to take that plunge. Here, muster up means gather അല്ലെങ്കിൽ സംഭരിക്കുക എന്നാണ്. ആൻഡ് പ്ലഞ്ച് മീൻസ് ടു ജംപ് ഓർ ഡൈവ് ക്വിക്ക്ലി, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ചാട്ടത്തിനെയാണ് നമ്മൾ പ്ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ധൈര്യം സംഭരിച്ച് ഈ വെല്ലുവിളിനെ നേരിട്ട് കൊണ്ട് മുന്നോട്ടേക്ക് കുതിച്ചുയർന്നങ്ങ് പറക്കാനായിട്ട് നമ്മുടെ പക്ഷിക്കുഞ്ഞിന് പറ്റുന്നില്ല. വിച്ച് അപ്പിയർ ടു ഹിം സോ ഡെസ്പറേറ്റ്, ഒട്ടും നിർവാഹമില്ലാത്ത, തന്നെ കൊണ്ട് ഒരിക്കലും പറ്റാത്തൊരു കാര്യം പോലെയാണ് അവൻ ഇതിനെ കണ്ടിരുന്നത്. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട് കോളിംഗ് ടു ഹിം shrilly, scolding him
threatening to him starve on his ledge unless he flew away. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും അവിടെ തന്നെ ഉണ്ട്. ആൻഡ് shrilly മീൻസ് വിത്ത് എ ഹൈ പിച്ച്ഡ് ഓർ പിയേഴ്സിങ് വോയിസ്, നല്ല പിച്ച് കൂടിയ ഇങ്ങനെ തുളഞ്ഞു കയറുന്ന ശബ്ദത്തിനെയാണ് നമ്മൾ shrilly എന്ന് പറയുന്നത്. അപ്പം ഈ അച്ഛനും അമ്മയും ഇവനെ ഇങ്ങനെ ഈ വളരെ ഹൈ പിച്ചുള്ള ശബ്ദത്തിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. സ്കോൾഡിങ് ഹിം, അവനെ വഴക്ക് പറയുന്നുണ്ട്. ത്രെട്ടണിങ് ഹിം ടു സ്റ്റോപ്പ് ഓൺ ഹിസ് ലെഡ്ജ്, അപ്പം അവൻ അവിടുന്ന് പറന്ന് പൊന്തിയില്ലെങ്കിൽ അവനവിടെ പട്ടിണി കിടുന്നവരെ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിലും ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹീ കുഡ് നോട്ട് മൂവ്. എത്ര ശ്രമിച്ചിട്ടും ഡിസ്പൈറ്റ് ഹിസ് ബെസ്റ്റ് എഫേർട്സ് അവൻ അവിടുന്ന് അനങ്ങാനേ പറ്റുന്നില്ല. ദാറ്റ് വാസ് 24 hours ago. Since then, nobody had come near him. അപ്പോൾ 24 മണിക്കൂർ മുന്നത്തെ കാര്യമാണ് ഇതൊക്കെ. അതിനുശേഷം ആരും അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പോലുമില്ല. The day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. The day before, all day long, തലേ ദിവസം മുഴുവനും അവൻ്റെ പേരൻസ് അവൻ്റെ ഈ സഹോദരന്മാർക്കും സഹോദരീനെയും ഇങ്ങനെ ഈ പറക്കലിൻ്റെ മെക്കാനിസം ഇങ്ങനെ പറഞ്ഞൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ടീച്ചിങ് ദം ഹൗ ടു സ്കിം. ഹിയർ സ്കിം മീൻസ് ടു മൂവ് ക്വിക്ക്ലി ജസ്റ്റ് അബവ് ദ സർഫസ്. ഈ തിരകളുടെ മുകളിലൂടെ ഇങ്ങനെ തെന്നി നീങ്ങുന്നതിനെയാണ് സ്കിം ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്കിം ചെയ്യാനും ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, അപ്പോൾ ഈ മീനെ പിടിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഊളിയിട്ട് ഡൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, പറക്കുക എന്ന ആ കലയിൽ, മനോഹരമായ കലയിൽ ഇവരെ പെർഫെക്റ്റ് ആക്കുകയായിരുന്നു അവൻ്റെ പേരൻസ്. ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിംഗ് ആൻഡ് ഡിവോർഡ് സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്. അപ്പം അവൻ്റെ ഓൾഡർ ബ്രദർ, അവൻ്റെ മൂത്ത സഹോദരൻ ഈ പറഞ്ഞ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് തൻ്റെ ആദ്യത്തെ ഫിഷ്, ഹെറിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മത്സ്യമാണ്, ഈ തൻ്റെ ആദ്യത്തെ ഫിഷിനെ പിടിച്ചിട്ട് ഒരു കല്ലിൻ്റെ മേളിൽ കയറി നിന്ന് ഡിവോവ് മീൻസ് ടു ഈറ്റ് ക്വിക്ക്ലി, അല്ലെങ്കിൽ ഇങ്ങനെ വാരി വിഴുങ്ങുക അല്ലെങ്കിൽ ആർത്തിയോടെ കഴിക്കുക എന്നാണ്. ഇങ്ങനെ കഴിക്കുന്നത് ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു. While his parents circled around him, raising a proud cackle. Here, cackle is a laugh in a loud, harsh way. അല്ലെങ്കിൽ ഇങ്ങനെ ചിലയ്ക്കുന്നതിനെയാണ് cackle എന്ന് പറയുന്നത്. അപ്പം ഈ സഹോദരൻ ആദ്യമായിട്ടൊരു ഫിഷിനെ പിടിച്ച സന്തോഷത്തിൽ വളരെ അഭിമാനത്തോടു കൂടി അവൻ്റെ പേരൻസ് ഇങ്ങനെ ആ ബ്രദറിൻ്റെ ചുറ്റും ഇങ്ങനെ സർക്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു, cackle ചെയ്തുകൊണ്ട്, അതായത് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചിലച്ചുകൊണ്ട് ഇവൻ്റെ ചുറ്റും ഇങ്ങനെ സർക്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. And all the morning, the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. നമ്മുടെ പക്ഷിക്കുഞ്ഞുള്ള വരമ്പിനും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്ലിഫ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുത്തനെയുള്ള പാറയ്ക്കും ഇടയ്ക്ക് മിഡ് വേ ഡൗൺ ഒരു പ്ലാറ്റോ അല്ലെങ്കിൽ ഒരു സമതലമുണ്ട്. അപ്പം തലേന്ന് രാവിലെ മുഴുവൻ ഈ പ്ലാറ്റോ, ഈ സമതലത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ ഫുൾ ഫാമിലി അവൻ്റെ ആ ഭീരുത്വം, അവൻ്റെ ആ ധൈര്യമില്ലായ്മേനെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഹിയർ കവേർഡിസ് മീൻസ് ലാക്ക് ഓഫ് ബ്രേവറി, അല്ലെങ്കിൽ ഭീരുത്വം, ധൈര്യമില്ലായ്മ എന്നാണ്. അപ്പോൾ ഇതിങ്ങനെ അവൻ്റെ ധൈര്യമില്ലായ്മേനെ അവരിങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു തലേന്ന് രാവിലെ മുഴുവൻ. ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ. സൂര്യൻ ഉദിച്ചുയരുകയാണ്. ബ്ലേസിംഗ് വാംലി ഓൺ ഹിസ് ലെഡ്ജ് ദാറ്റ് ഫേസ് ദ സൗത്ത്. ഹിയർ ബ്ലേസിംഗ് മീൻസ് വെരി ഹോട്ട്, അല്ലെങ്കിൽ ജ്വലിക്കുന്ന എന്നാണ്. അപ്പം സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന അവൻ്റെ ആ ലെഡ്ജ്, അവൻ്റെ ആ വരമ്പിലേക്ക് സൂര്യൻ്റെ ചൂടിങ്ങനെ അടിച്ചു തുടങ്ങി. He felt the heat because he had not eaten since the previous nightfall. ഇപ്പം സാധാരണ പക്ഷികൾക്ക് ഈ സൂര്യൻ്റെ ചൂടിനോട് നല്ല റെസിസ്റ്റൻസ് ആയിരിക്കും, എപ്പോഴും പറക്കേണ്ടതല്ലേ. പക്ഷേ തലേന്ന് രാത്രി മുതൽ ഒന്നും കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് he felt the heat, ആ സൂര്യൻ്റെ ചൂട് ഇങ്ങനെ അവന് അനുഭവപ്പെടാൻ തുടങ്ങി. Then he had found a dried piece of mackerel's tail at the far end of his ledge. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ ആ വരമ്പിൻ്റെ ഫോർ എൻഡ് അങ്ങ് മൂലയ്ക്ക് മാക്കറൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം കടൽ മത്സ്യമാണ്. അപ്പോൾ മാക്കറലിൻ്റെ ഒരു ഉണങ്ങിയ ഒരു വാൽ കഷ്ണം അവന് കഴിക്കാൻ കിട്ടി. Now there was not a single scrap of food left. Here scrap എന്ന് പറഞ്ഞാൽ തരി എന്നാണ്. ഇനി അവിടെ എങ്ങും ഒരു തരി ഭക്ഷണം പോലും ബാക്കിയില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? Because he had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched.
അപ്പം താനും തൻ്റെ സഹോദരന്മാരും സഹോദരിയുമെല്ലാം വിരിഞ്ഞ മുട്ടയിൽ നിന്നും വിരിഞ്ഞ ആ റഫ് വളരെ പരുപരുത്ത ഡേർട്ട് കേക്ക്ഡ് സ്ട്രോ നെസ്റ്റ് ചെളി പുതച്ച ആ പുല്ലുകൊണ്ടുള്ള കിളിക്കൂട് അവിടെ തന്നെയുണ്ട്. റൂട്ടിംഗ് എമംഗ് ദിസ് നെസ്റ്റ് ആ കിളിക്കൂടിൽ നിന്ന് തുടങ്ങി ആ വരമ്പിൻ്റെ മുക്കും മൂലയും അവൻ നല്ലതുപോലെ പരതിയിട്ടുണ്ടായിരുന്നു. എവിടെയും ഒന്നും കഴിക്കാനില്ല. He even gnawed at the dried piece of the eggshell. Here, gnaw എന്ന് പറഞ്ഞാൽ to bite or nibble അല്ലെങ്കിൽ കരളുക അല്ലെങ്കിൽ തിന്നുക എന്നാണ്. അപ്പോൾ താൻ വിരിഞ്ഞ ആ എഗ്ഷെൽ ആ മുട്ടത്തോട് വരെ അവനിങ്ങനെ ഒന്ന് കരണ്ട് തിന്നാനായിട്ട് നോക്കി. It was like eating a part of himself. സ്വന്തം ശരീരത്തിൻ്റെ ഒരു ഭാഗം കഴിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു ആ എഗ്ഷെൽ കഴിച്ചപ്പോൾ. അപ്പം നമ്മുടെ പക്ഷിക്കുഞ്ഞിൻ്റെ വളരെ പത്തറ്റിക്, വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. അപ്പം എങ്ങനെയെങ്കിലും പറക്കാതെ തൻ്റെ പേരൻസിൻ്റെ അടുത്ത് എത്താനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ പക്ഷിക്കുഞ്ഞ്. Here, trot means to go or walk briskly, അല്ലെങ്കിൽ വേഗം നടക്കുന്നതിനെയാണ് trot ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം തൻ്റെ ലോങ് ഗ്രേ ലെഗ്സ് നീണ്ട ചാരക്കാലുകൾ കൊണ്ട് ഡെയിൻറ്റ്ലി വളരെ മൃദുവായിട്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി ആ വരമ്പിൻ്റെ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് അവനിങ്ങനെ വേഗം ഒന്ന് നടന്നു നോക്കി. എങ്ങനെയെങ്കിലും തൻ്റെ പേരൻസിൻ്റെ അടുത്ത് എത്താൻ പറ്റിയാലോ. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ledge ended in a sheer fall of precipice with the sea beneath. Here, precipice means a very steep rock face or cliff, അല്ലെങ്കിൽ ചെങ്കുത്തായ ചെരിവിനെയാണ് നമ്മൾ പ്രസിപ്പിസ് എന്ന് പറയുന്നത്. ആൻഡ് ഷീർ എന്ന് പറഞ്ഞാൽ വളരെ കുത്തനെയുള്ള എന്നാണ്. അപ്പോൾ അവനെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഈ ലെഡ്ജ്, ഈ വരമ്പിൻ്റെ ഇരുവശത്തും കുത്തനെയുള്ള ചെരിവുകളായിരുന്നു. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പേരൻസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. അപ്പോൾ പോരാത്തതിന് അവൻ്റെയും അവൻ്റെ പേരൻസിൻ്റെയും ഇടയ്ക്ക് ഒരു ഡീപ്പ് വൈഡ്, നല്ല ആഴമുള്ള നല്ല വിസ്താരമുള്ള ഒരു ക്രാക്ക്, ഒരു വിള്ളലും കൂടെയുണ്ട്. അപ്പോൾ പറക്കാതെ ഒരു നിർവാഹവുമില്ല. Surely he could reach them without flying if he could only move northwards along the cliff face. Here, cliff face എന്ന് പറഞ്ഞാൽ vertical face of the cliff എന്നാണ്. അതായത് ഒരു ക്ലിഫ് അല്ലെങ്കിൽ ഒരു കുത്തനെയുള്ള പാറയുടെ മുഖഭാവം അല്ലെങ്കിൽ ആ വേർട്ടിക്കൽ ആയിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ക്ലിഫ് ഫേസ് എന്ന് പറയുന്നത്. അപ്പം ഈ പക്ഷിക്കുഞ്ഞുള്ള ഈ ക്ലിഫ് ഫേസിൻ്റെ മുകളിലോട്ടുള്ള ഭാഗത്തിൽ അതിലൂടെ നടന്നു കഴിഞ്ഞാൽ ഷുവർലി പറക്കാതെ തന്നെ ഈ പക്ഷിക്കുഞ്ഞിന് അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് എത്താനായിട്ട് പറ്റും. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക്? അവൻ എന്തിലൂടെ നടക്കും? അവൻ എന്തിൽ ചവിട്ടി നടക്കും? ദർ വാസ് നോ ലെഡ്ജ് ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ. അപ്പോൾ ഈ ക്ലിഫിൻ്റെ മുകൾ ഭാഗത്തേക്ക് അവന് ചവിട്ടി കയറാനായിട്ട് വരമ്പുകളൊന്നും തന്നെ ഇല്ല. ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ. അപ്പോൾ ഈ വരമ്പുകളില്ലാതെ ഇതിൽ പിടിച്ച് കയറാനായിട്ട് അവനൊരു ഫ്ലൈ, അവനൊരു ഈച്ചയൊന്നും അല്ലല്ലോ. ആൻഡ് എബവ് ഹിം ഹി കുഡ് സീ നത്തിങ്. അപ്പോൾ ഈ പാറക്കെട്ട് വളരെ കുത്തനെ ഉള്ളതായതുകൊണ്ട് ആ വരമ്പിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അവൻ അതിൻ്റെ മുകൾ ഭാവം അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് ഭാഗം പോലും കാണാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. The precipice was sheer and the top of it was perhaps further away than the sea beneath him. അപ്പോൾ താഴെ കടലിലേക്കുള്ള ദൂരത്തെക്കാളും ഈ മുകളിലേക്കുള്ള ദൂരമായിരിക്കും ഒരു പക്ഷേ കൂടുതലായിട്ടുണ്ടാവുക. അപ്പം ആ വഴിയും നമ്മുടെ പക്ഷിക്കുഞ്ഞിന് പേരൻസിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് പറ്റില്ല. അടുത്ത പാരഗ്രാഫിൽ എങ്ങനെയെങ്കിലും തൻ്റെ പേരൻസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് നോക്കുകയാണ് നമ്മുടെ പക്ഷിക്കുഞ്ഞ്. He stepped slowly out to the brink of the ledge and standing on one leg with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. തൻ്റെ വരമ്പിൻ്റെ ബ്രിങ്ക് അല്ല അറ്റത്തേക്ക് വന്നിട്ട് ഒറ്റക്കാലിൽ നിന്ന് മറ്റേ കാലം അവൻ്റെ ചിറകിൻ്റെ അടിയിലേക്ക് ഒളിപ്പിച്ചിട്ട് കണ്ണുകൾ രണ്ടും അടച്ചിട്ട് ഹി പ്രിറ്റൻഡഡ് ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കുകയാണ് നമ്മുടെ പക്ഷിക്കുഞ്ഞ്. സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. എന്നിട്ടും അവരാരും അവനെ ശ്രദ്ധിച്ചൊന്നുമില്ല. അവരെന്താണ് അവിടെ ചെയ്യുന്നത്? He saw his two brothers and his sister lying on the plateau, dozing with their heads sunk into their necks. ചില പക്ഷികൾ ഉറങ്ങുന്ന കണ്ടിട്ടില്ലേ? അവരുടെ ആ തല ഇങ്ങനെ അവരുടെ കഴുത്തിലുള്ള തൂവലുകളിലേക്ക് ഇങ്ങനെ ആഴ്ത്തി വെച്ചിട്ടുണ്ടാവും, സങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഇവൻ്റെ രണ്ട് ബ്രദേഴ്സും സിസ്റ്ററും ആ പ്ലാറ്റോയിൽ കിടന്നിട്ട് ഇങ്ങനെ ഡോസ് ചെയ്യുകയാണ്, ഇങ്ങനെ മയങ്ങി കിടക്കുകയാണ്. His father was preening the feathers on his white back. Here,
Preening means tidying and cleaning its feathers with beak. അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് ഇങ്ങനെ തൂവലുകൾ ഇങ്ങനെ മിനുക്കുക വൃത്തിയാക്കുന്നതിനാണ് preening എന്ന് പറയുന്നത്. അപ്പം അവൻ്റെ അച്ഛൻ അവിടെ തൻ്റെ തൂവലുകളൊക്കെ മിനുക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇവരാരും ഇവനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. Only his mother was looking at him. ആകപ്പാടെ അവൻ്റെ അമ്മ മാത്രമാണ് അവനെ ശ്രദ്ധിക്കുന്നത്. സാധാരണ നമുക്കറിയാലേ അമ്മമാർക്ക് മക്കളോട് എപ്പോഴും ഒരു പ്രത്യേക കരുതലുണ്ടാവും. She was standing on a little high hump on the plateau, her white breast thrust forward. അപ്പം തൻ്റെ നെഞ്ചൊക്കെ വീഴ്ച് thrust forward ഇങ്ങനെ മുന്നോട്ട് ഉന്തിക്കൊണ്ട് ആ പ്ലാറ്റോയിലുള്ള ചെറിയൊരു ഒരു ഹമ്പിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ് അവൻ്റെ അമ്മ. Now and again she tore at a piece of fish that lay at her feet. അപ്പം തൻ്റെ കാലിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന ഒരു ഫിഷ്, ഒരു മത്സ്യം ഇങ്ങനെ now and again തന്നെയും പിന്നെയും ഇങ്ങനെ കൊത്തി തിന്നുവാണ് അവൻ്റെ അമ്മ. And then scraped each side of her beak on the rock. സ്ക്രേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെളിയോ മറ്റോ കളയാനായിട്ട് ഇങ്ങനെ ഉരയ്ക്കുന്നതിനെ റബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ക്രേപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ അവൻ്റെ അമ്മ ആ ചുണ്ടിലുണ്ടായിരുന്ന ആ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം ഇങ്ങനെ കളയാനായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ആ റോക്ക്, ആ പാറയിൽ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്യുന്നുണ്ട്. The sight of the food maddened him. അപ്പോൾ നല്ല വിശന്ന് വലഞ്ഞിരിക്കുകയാണ് നമ്മുടെ പക്ഷിക്കുഞ്ഞ്. ഈ ഭക്ഷണം കണ്ടപാടെ പക്ഷിക്കുഞ്ഞിന് ആകെപ്പാടെ പ്രാന്തായി. ഹിയർ മാഡൻ എന്ന് പറഞ്ഞാൽ ടു ഡ്രൈവ് ഇൻസെയിൻ അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുക എന്നാണ്. How he loved to tear the food away, scraping his beak now and again to wet it. Here to wet means to sharpen അല്ലെങ്കിൽ മൂർച്ച കൂട്ടുക എന്നാണ്. ഭക്ഷണം ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്ന് ചുണ്ടിങ്ങനെ നിലത്തൊരച്ച് മൂർച്ച കൂട്ടാൻ എന്ത് രസമാണ്. He uttered a low cackle. തൻ്റെ അമ്മയുടെ ശ്രദ്ധ കിട്ടാനായിട്ട് ഈ പക്ഷിക്കുഞ്ഞൊന്ന് ചിലച്ചു. His mother cackled too and looked at him. അപ്പം അത് കേട്ട് ഒന്ന് ചിലച്ചുകൊണ്ട് ഇവൻ്റെ അമ്മ ഇവനെ ഒന്ന് നോക്കി. Ga ga ga, he cried, begging her to bring him over some food. Gavloa, she screamed back mockingly. ഇച്ചിരി ഫുഡ് തരണേന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ് നമ്മുടെ പക്ഷിക്കുഞ്ഞ്. പക്ഷേ മോക്കിംഗ്ലി വളരെ കളിയാക്കിക്കൊണ്ട് ഒന്ന് സ്ക്രീം ചെയ്യുകയാണ് അവൻ്റെ അമ്മ ചെയ്തത്. ഹിയർ സ്ക്രീം മീൻസ് ടു മേക്ക് എ ലൗഡ് ഹൈ പിച്ച് സൗണ്ട്. ഉറക്കെയുള്ള ഒരു ഹൈ പിച്ചിലുള്ള ഒരു കരച്ചിലിനെയാണ് സ്ക്രീം എന്ന് പറയുന്നത്. ബട്ട് ഹീ കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി. അപ്പോൾ ഇങ്ങനെ കളിയാക്കിയെങ്കിലും പ്ലെയിൻറ്റീവ്ലി മീൻസ് സൗണ്ടിങ് സാഡ് ഓർ മോൺഫുൾ, വളരെ ദയനീയതയോടെ എന്നാണ്. വളരെ ദയനീയമായിട്ട് ഇവൻ പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു. ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. അപ്പോൾ അധികം താമസിച്ചൊന്നുമില്ല, ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഇവനൊന്ന് സ്ക്രീം ചെയ്തു, ഇവനൊന്ന് ശബ്ദമുണ്ടാക്കി. എന്താണ് കാരണം? ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. ഒരു മീൻ കഷ്ണവും എടുത്തുകൊണ്ട് തൻ്റെ നേരെ പറന്നു വരികയാണ് തൻ്റെ അമ്മ. ഹി ലീൻഡ് ഔട്ട് ഈഗർലി, ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്, ട്രൈങ് ടു ഗെറ്റ് നിയറർ ടു ഹെർ ആസ് ഷീ ഫ്ലൂ അക്രോസ്. നല്ല വിശന്ന് വലഞ്ഞിരിക്കുന്നത് കൊണ്ട് തൻ്റെ അമ്മയുടെ അടുത്തെത്താനായിട്ട് ഹി ലീൻഡ് ഔട്ട് ഈഗർലി, വളരെ ആകാംക്ഷയോട് കൂടി ഇങ്ങനെ ആ വരമ്പിൻ്റെ അറ്റത്ത് ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞു നിൽക്കുവാണ് നമ്മുടെ പക്ഷിക്കുഞ്ഞ്. But when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. Here, abreast means side by side, അല്ലെങ്കിൽ ഒപ്പം, തോളോട് തോള് എന്നാണ്. പറന്ന് ഈ വരമ്പിൻ്റെ abreast ഒപ്പം എത്തിയപ്പം ഷീ halted, അമ്മക്കിളി അവിടെ നിന്നു. പിന്നെയോ തൻ്റെ കാലുകളിങ്ങനെ അയഞ്ഞു തൂക്കി, തൻ്റെ ചിറകുകളിങ്ങനെ നിശ്ചലമാക്കി, തൻ്റെ ചുണ്ടിലുള്ള ആ ഭക്ഷണം ഓൾമോസ്റ്റ് തൻ്റെ ആ പക്ഷിക്കുഞ്ഞിന് എത്തിപ്പിടിക്കാൻ പാകത്തിനുള്ള ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ് അമ്മക്കിളി. ഹി വെയിറ്റഡ് എ മൊമെൻറ്റ് ഇൻ സർപ്രൈസ്, വണ്ടറിങ് വൈ ഷി ഡിഡ് നോട്ട് കം നിയറർ. എന്താണ് അമ്മ അടുത്ത് വരാത്തതെന്ന് ഓർത്ത് ഒരു നിമിഷം നമ്മുടെ പക്ഷിക്കുഞ്ഞൊന്ന് അന്താളിച്ചു, ഒന്ന് സർപ്രൈസായി. ആൻഡ് ദെൻ മാഡൻ ബൈ ഹങ്കർ ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. പിന്നെ എന്താ സംഭവിച്ചത്? വിശന്ന് വലഞ്ഞിരിക്കുന്നത് കൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ നമ്മുടെ പക്ഷിക്കുഞ്ഞ് ഈ ഭക്ഷണത്തിന് നേരെ എടുത്തങ്ങ് ചാടി. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു ദ സ്പേസ്. വലിയൊരു സ്ക്രീം, വലിയൊരു കരച്ചിലോടുകൂടി അവൻ അന്തരീക്ഷത്തിലേക്ക് പതിച്ചു.
ഹിസ് മദർ ഹാഡ് സ്വൂപ്ഡ് അപ്വേർഡ്സ്. സ്വൂപ്പ് മീൻസ് ടു മൂവ് റാപ്പിഡ്ലി, ഇങ്ങനെ വേഗം പറക്കുന്നതിനെയാണ് സ്വൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ നേരം കൊണ്ട് അവൻ്റെ അമ്മ മുകളിലേക്ക് വേഗം പറന്നു പോയിട്ടുണ്ടായിരുന്നു. ആസ് ഹി പാസ്ഡ് ബെനീത്ത് ഹർ ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് ഹെർ വിങ്സ്. സ്വിഷ് എന്ന് പറഞ്ഞാൽ ടു മൂവ് വിത്ത് എ ഹിസ്സിങ് സൗണ്ട്. അപ്പോൾ വേഗം പോകുമ്പോഴുള്ള ഒരു ഹിസ്സിങ് സൗണ്ടിനെയാണ് നമ്മൾ സ്വിഷ് എന്ന് പറയുന്നത്. അപ്പം താനിങ്ങനെ താഴേക്ക് പതിക്കുമ്പം മുകളിലേക്ക് തൻ്റെ അമ്മയുടെ ചിറകടി ശബ്ദം ഇങ്ങനെ ഉയർന്നു പോകുന്നത് അവന് കേൾക്കാമായിരുന്നു. ദെൻ എ മോൺസ്ട്രസ് ടെറർ സീസ്ഡ് ഹിം ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റൂഡ് സ്റ്റിൽ. എ മോൺസ്ട്രസ്, വളരെ ഭയങ്കരമായ, വളരെ ഭയാനകമായ ഒരു പേടി അവനെ സീസ് ചെയ്തു, അവനെ പിടികൂടി. ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റൂഡ് സ്റ്റിൽ, പേടിച്ച് മരവിച്ച് അവൻ്റെ ഹൃദയം നിശ്ചലമായി. ഹീ കുഡ് ഹിയർ നത്തിങ്. നല്ലതുപോലെ പേടിച്ച് കഴിയുമ്പോൾ അങ്ങനെയാണല്ലേ, നമുക്ക് ചുറ്റുമുള്ളതൊന്നും കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻറ്റ്. ഈ പറഞ്ഞ പേടിയൊക്കെ പക്ഷേ ഒരു നിമിഷത്തേനേ ഉണ്ടായിരുന്നുള്ളൂ. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹീ ഫെൽ ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേഴ്സ്. അപ്പോൾ അവൻ അറിയാതെ തന്നെ അവൻ്റെ ചിറകുകൾ സ്പ്രെഡ് ഔട്ട് ചെയ്തു, വിരിഞ്ഞു വന്നു. ദ വിൻഡ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ്, ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. കാറ്റ് അവൻ്റെ നെഞ്ചിന് നേരെയും അവൻ്റെ വയറിന് കീഴെയും അവൻ്റെ ചിറകുകൾക്കെതിരെയും ഇങ്ങനെ ആഞ്ഞടിക്കാൻ തുടങ്ങി. ഹീ കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. അപ്പം തൻ്റെ ചിറകുകളുടെ അറ്റം ഇങ്ങനെ അന്തരീക്ഷത്തെ കട്ട് ചെയ്തുകൊണ്ട്, മുറിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അവന് ഫീൽ ചെയ്യായിരുന്നു. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ്ലോക്ക് നൗ. ഹെഡ്ലോക്ക് എന്ന് പറഞ്ഞാൽ തല കീഴായി. താനിപ്പോൾ തല കീഴായിട്ട് വീഴുമൊന്നുമല്ല. പിന്നെയോ ഹി വാസ് സോറിങ് ഗ്രാജുവലി ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. ഹിയർ സോറിങ് മീൻസ് മെയിൻറ്റെയിനിങ് ഹൈറ്റ് ഇൻ എയർ വിത്തൗട്ട് ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. ഈ പരുന്തുകളൊക്കെ ഇങ്ങനെ ചിറകടിക്കാതെ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ തെന്നി നീങ്ങുന്ന കണ്ടിട്ടില്ലേ, അതിനെയാണ് നമ്മൾ സോറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ ഗ്രാജുവലി, വളരെ സാവധാനം ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തെന്നി നീങ്ങുകയാണ് നമ്മുടെ പക്ഷിക്കുഞ്ഞ്. He was no longer afraid. He just felt a bit dizzy. Dizzy means feel unsteady, അല്ലെങ്കിൽ തല ചുറ്റുക എന്നാണ്. ഇപ്പോൾ പേടിയൊന്നുമില്ല, ചെറിയൊരു തല ചുറ്റൽ മാത്രമേ ഉള്ളൂ. He then flapped his wings once and he soared upwards. ഒന്ന് ചിറകടിച്ചിട്ട് അവൻ മുകളിലേക്ക് തെന്നി നീങ്ങി. ഇനിയുള്ള പാരഗ്രാഫിൽ പറക്കുക എന്ന ആ മനോഹരമായ ആ ഫീലിംഗ് എൻജോയ് ചെയ്യുകയാണ് നമ്മുടെ പക്ഷിക്കുഞ്ഞ്. He uttered a joyous scream and flapped them again. വളരെ സന്തോഷത്തോടു കൂടി ഒന്ന് സ്ക്രീം ചെയ്തുകൊണ്ട്, ഒന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ അവൻ്റെ ചിറകുകളടിച്ച് വീണ്ടും ഉയരത്തിലേക്ക് പറന്നു. He soared high. ഉയരത്തിലോട്ട് അവൻ തെന്നി നീങ്ങി. He raised his breast and banged against the wind. Here bang ചെയ്യാന്ന് പറഞ്ഞാൽ to tilt or cause tilt sideways in making a turn. തൻ്റെ നെഞ്ചുയർത്തി ആ കാറ്റിന് നേരെ ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും അവനിങ്ങനെ നീങ്ങാൻ തുടങ്ങി. ഗ ഗ ഗ ഗ ഗ ഗ ഗൗലോവ. ഹിസ് മദർ സ്വൂപ്ഡ് പാസ്റ്റ് ഹിം, ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. വലിയൊരു ചിറകടി ശബ്ദത്തോടു കൂടി അവൻ്റെ അമ്മ അവനെ കടന്നുപോയി. സ്വൂപ്ഡ് പാസ്റ്റ് ഹിം. ഹി ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്ക്രീം. മറ്റൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ ആ വിളി കേട്ടു. Then his father flew over him screaming. അപ്പോൾ ആ ഫാമിലി ഫുള്ള് അവൻ്റെ ആ ഫസ്റ്റ് ഫ്ലൈറ്റ് എൻജോയ് ചെയ്യാനായിട്ട് അവൻ്റെ ഒപ്പം കൂടുകയാണ്. അവൻ്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്, അവൻ്റെ മേളിൽ കൂടി ഈ സന്തോഷത്തോടെയുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പറക്കുവാണ്. Then he saw his two brothers and sister flying around him, soaring and diving. അപ്പം ഉടനെ തന്നെ അവൻ്റെ ആ 2 സഹോദരന്മാരും ഒരു സഹോദരിയും എന്ത് ചെയ്യാണ്, ഇവൻ്റെ ഒപ്പം കൂടിയിട്ട് ഇങ്ങനെ ഡൈവ് ചെയ്യുകയും സോർ ചെയ്യുകയും ചെയ്ത് അവൻ്റെ ആ ഫ്ലൈറ്റ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. Then he completely forgot that he had not always been able to fly. അപ്പോഴേക്കും തനിക്ക് ഈ പറക്കാൻ കഴിയാത്ത കാര്യമോ തൻ്റെ ഈ പേടിയുടെ കാര്യമൊക്കെ അവൻ ഓൾറെഡി മറന്നുപോയിട്ടുണ്ടായിരുന്നു. And commenced to dive and soar, shrieking shrilly. Shrieking means high pitched cry or sound, അല്ലെങ്കിൽ ഇങ്ങനെ ഹൈ പിച്ച് സൗണ്ടിൽ കരയുന്നതിനെയാണ് നമ്മൾ ഷ്രീക്കിംഗ് എന്ന് പറയുന്നത്.
അപ്പം ഉറക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഈ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ഡൈവ് ചെയ്ത് ഇങ്ങനെ തെന്നി നീങ്ങി തൻ്റെ ആ ഫസ്റ്റ് ഫ്ലൈറ്റ് അവൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഹി വാസ് നിയർ ദ സീ നൗ, ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ്, ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ. അപ്പോൾ പറന്ന് പറന്ന് താൻ ഏറ്റവും പേടിച്ചിരുന്ന കടലിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സീകൾ. ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ, അപ്പോൾ കടലിനെ ഫേസ് ചെയ്തുകൊണ്ട് അതിന് തൊട്ട് മുകളിലൂടെ അവനിങ്ങനെ പറക്കുവാണ്. He saw a vast green sea beneath him with little ridges moving over it. Ridges means a long narrow hilltop അല്ലെങ്കിൽ മൗണ്ടെയിൻ റേഞ്ച്. അപ്പോൾ കടലിൽ കാണുന്ന ചെറിയ ചെറിയ പാറക്കുന്നുകളെയാണ് നമ്മൾ റിഡ്ജസ് എന്ന് പറയുന്നത്. അപ്പം തനിക്ക് താഴെ വാസ്റ്റ്, നല്ല വിശാലമായ പച്ചക്കടൽ. അപ്പം അവിടെ ഇവിടെയായിട്ട് ഈ റിഡ്ജസ്, ഈ മൗണ്ടെയിൻ റേഞ്ചസും ഉണ്ട്. He turned his beak sideways and crowed amusedly. Here amusedly means with amusement അല്ലെങ്കിൽ വളരെ ഉത്സാഹത്തോടെ എന്നാണ്. തൻ്റെ ചുണ്ട് ഒന്ന് സൈഡിലേക്ക് ചെരിച്ചിട്ട് വളരെ ഉത്സാഹത്തോടു കൂടി അവനൊന്ന് ക്രൗ ചെയ്തു, അവനൊന്ന് കരഞ്ഞു, ഒരു ശബ്ദമുണ്ടാക്കി. His parents and his brothers and sister had landed on this green floor in front of him. അപ്പം അവൻ്റെ ഫുൾ ഫാമിലി ആ പച്ചക്കടലിൽ ഓൾറെഡി ലാൻഡ് ചെയ്തിട്ടുണ്ട്, അവിടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. They were beckoning to him, calling shrilly. Here beckoning എന്ന് പറഞ്ഞാൽ ആംഗ്യം കാട്ടി വിളിക്കുക എന്നാണ്. അപ്പം അവരവനെ ഇങ്ങനെ ആംഗ്യം കാട്ടിക്കൊണ്ടും shrilly ഇങ്ങനെ ഉറക്ക ശബ്ദമുണ്ടാക്കിക്കൊണ്ടും ഇങ്ങനെ വിളിക്കുന്നുണ്ട്. He dropped his legs to stand on the green sea. അപ്പം തൻ്റെ ഫാമിലിയുടെ ഒപ്പം ചേരാനായിട്ട്, ഈ കടലിൽ നിൽക്കാനായിട്ട് അവൻ അവൻ്റെ കാലുകളിങ്ങനെ ഡ്രോപ്പ് ചെയ്തു. ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ഇറ്റ്. എന്തു പറ്റി? അവൻ പ്രതീക്ഷിച്ചതുപോലെ അവൻ ആ കടലിൽ നിൽക്കാൻ പറ്റിയില്ല. പിന്നെയോ അവൻ്റെ കാലുകൾ അങ്ങോട്ട് സാങ്ക് ചെയ്യാൻ തുടങ്ങി, മുങ്ങിപ്പോകാൻ തുടങ്ങി. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈഡ് ആൻഡ് അറ്റംപ്റ്റ് ടു റൈസ് അഗെയിൻ, ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. അപ്പോൾ താൻ മുങ്ങിപ്പോവെന്ന് പേടിച്ച് സ്ക്രീം ചെയ്ത് ഉറക്കെ കരഞ്ഞുകൊണ്ട് ചിറകുകൾ അടിച്ച് അവിടുന്ന് പൊന്താനായിട്ട് അവൻ അറ്റംപ്റ്റ് ചെയ്ത് അവൻ ശ്രമിച്ചു. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്. വിശപ്പ് കാരണം അവൻ ആകെപ്പാടെ തളർന്നിട്ടുണ്ടായിരുന്നു. പോരാത്തേനോ എക്സൗസ്റ്റഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ്. പറക്കുക എന്ന വിചിത്രമായ ആ വ്യായാമം കഴിഞ്ഞപ്പോഴേക്കും അവൻ ആകെപ്പാടെ ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ട് അവൻ അവിടുന്ന് ഉയർന്ന് പൊന്തി പറക്കാനായിട്ട് പറ്റിയില്ല. His feet sank into the green sea and then his belly touched it and he sank no further. പക്ഷെ അവൻ പ്രതീക്ഷിച്ചതുപോലെ അവൻ മുങ്ങിപ്പോയൊന്നുമല്ല. പിന്നെയോ അവൻ്റെ ബെല്ലി, അവൻ്റെ സ്റ്റൊമക്ക് ആ പച്ച കടലിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്തപ്പോൾ തന്നെ അവൻ അവിടെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. He was floating on it and around him his family was screaming, praising him, and their beaks were offering him scraps of dogfish. അപ്പം തൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് നല്ല സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കി അവനെ പ്രശംസിച്ചുകൊണ്ട്, പ്രൈസ് ചെയ്തുകൊണ്ടും അവന് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടും അവൻ്റെ ഫാമിലി അവൻ്റെ ചുറ്റും കൂടി. ഹീ മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ സീകൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് കംപ്ലീറ്റ് ആക്കിയത്. സോ ജീവിതത്തിൽ നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് മനോഹരമായ ഈ ചെറുകഥ. താങ്ക് യു.